ഈ എപ്പിസോഡിൻ്റെ തുടക്കവും മറ്റൊരു കമ്പൈൻ സ്റ്റഡിയും കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആക്ച്വലി ഇവിടെ എല്ലാ വീക്കെൻഡിലും ഇഫാന് അവളൊരു റെസ്റ്റോറൻറ്റിലോട്ട് പഠിക്കാൻ വേണ്ടി വരും. അവളുടെ വീട്ടിൽ അവൾക്ക് പഠിക്കാനൊന്നുമുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട്. എന്നാൽ വീക്കെൻഡിൽ അവൾ ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ബുക്കും എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെയാണ് ഇവർ കമ്പൈൻ സ്റ്റഡി ആകുന്നത്. അങ്ങനെ ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ ഇഫാന് അവളുടെ ആൻറ്റി വിളിക്കുന്നത്. ആൻറ്റിയുടെ കോൾ കണ്ടപ്പോൾ തന്നെ ഇവൾ ഭയങ്കര ടെൻഷനായി പേടിച്ചുകൊണ്ട് തന്നെയാണ് ഫോൺ എടുക്കുന്നത്. പേടിച്ച പോലെ തന്നെ ഫോൺ എടുത്തപ്പോൾ തന്നെ ആൻറ്റി അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവൾ എവിടെയാണ്, അവളോട് ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ആൻറ്റിയുടെ മകന് വെക്കേഷന് പഠിക്കുന്ന സ്ഥലത്ത് നിന്നും വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധനങ്ങൾ പറഞ്ഞിട്ട് അവൾ ഇതുവരെ കാണാനില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ നന്നായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അവൾക്കാണെങ്കിലോ ആ ഷൗട്ടിംഗ് ഒക്കെ കേട്ടിട്ട് ഭയങ്കര സങ്കടം വരുന്നു. എന്നിട്ട് ഇവൾ യാൻ്റെ മുന്നിൽ കരയാതെ മാക്സിമം നോക്കുന്നുണ്ട്. എന്നാൽ ഞാനാണെങ്കിലോ അവളുടെ ഈ ഒരു മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്നും മനസ്സിലായി. അവളാണെങ്കിൽ പെട്ടെന്ന് പോകുകയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. എന്നാൽ ആ ധൃതിപ്പെട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇഫാന് അവളുടെ ഒരു ഫേവററ്റ് നോവലായിട്ടുള്ള ആ ഒരു ബുക്ക് അവിടെ വെച്ച് മറന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ അത് കൊടുക്കാൻ എന്ന രീതിയിൽ അവളെ പിന്നാലെ അവൾ അറിയാതെ അങ്ങനെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അവളാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണല്ലോ. അപ്പോൾ അതിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നും വിചാരിച്ചിട്ടാണ് അവൻ മിണ്ടാതെ പോകുന്നത്. അവളാണെങ്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് അവളുടെ വീട്ടിലെത്തുന്നു. ഇവൻ പിന്നാലെയുമുണ്ട്. എന്നാൽ വീട്ടിലെത്തി അവളെ വീണ്ടും ആൻറ്റി വഴക്ക് പറയുന്നതെല്ലാം ഇവിടെ ഞാൻ കേൾക്കുന്നുണ്ട്. അവളോട് പറയുന്നു, നീ ഇത്രയും നേരം എവിടെയായിരുന്നു, പഠിക്കാനെന്നും പറഞ്ഞിട്ട് ഇനി വേറെ ഏതെങ്കിലും പയ്യന്മാരെ വളക്കാൻ വേണ്ടി ശ്രമിക്കുകയാണല്ലോ. അന്നത്തെ ആ ഒരു മീറ്റിങ്ങിൽ ആ ഒരു സാറ് പറഞ്ഞതോടുകൂടി ഇവൾക്ക് അങ്ങനെയും ഒരു ചീത്തപ്പേരുണ്ട്. ഇപ്പോൾ ദേഷ്യം വന്നാൽ ആൻറ്റി എപ്പോഴും ആ ഒരു ടോപ്പിക് എടുത്തിടും. എന്നിട്ട് ആൻറ്റി അവരുടെ മകനെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന് പറയുന്നുണ്ട്, ഇതെല്ലാം കൂടെ എനിക്ക് കഴിക്കാൻ കഴിയില്ല, കുറച്ച് ഇവളും കൂടി കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ആൻറ്റി അതിന് സമ്മതിക്കുന്നില്ല. അവൾ ഓൾറെഡി ഇവിടെ നല്ല ഹെൽത്തിയാണ്. മാത്രമല്ല ഇനിയും അവളെ സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ടെങ്കിൽ അവൾ ഇനിയും പല പയ്യന്മാരുടെ പിന്നാലെ പോകും എന്നൊക്കെ പറയുന്നു. എന്നാൽ അതെല്ലാം ഇവിടെ ഞാൻ പിന്നെ അങ്ങോട്ട് കേൾക്കാൻ കഴിയുന്നില്ല. അവൻ ആ ബുക്ക് അവിടെ വെച്ച് വേഗം അവിടെ നിന്നും പോകുന്നുണ്ട്. ഇനി അടുത്ത ദിവസവും ഇഫാന് പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാനും വന്നിട്ടുണ്ട്. എന്നാൽ ഇവർ ഇപ്രാവശ്യം രണ്ട് ടേബിൾ മേലിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. എന്നാൽ ഇവളിങ്ങനെ ഓരോന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്. എന്നാൽ അത് കണ്ട് ഞാൻ ഇവളോട് ചോദിക്കും, ഇന്നലെ എന്താ സംഭവിച്ചത്, നീ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി, പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഇഫാന് എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നു. അതിൽ ഞാൻ പറയും, അതെല്ലാം നീ മറക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഒന്ന് ചെറുതായിട്ട് എല്ലാം മനസ്സിലായതുപോലെ പറയുന്നു. അത് കേട്ട് ഇഫാന് ഒന്ന് ഞെട്ടിയിട്ട് അവനെ നോക്കുന്നുണ്ട്. ശേഷം അവനോട് പറയും, നീ എല്ലാ പ്രാവശ്യവും ഈ പഠിക്കുന്ന സ്റ്റഡി ലീവിലെല്ലാം എൻ്റെ പിന്നാലെ നടന്നിട്ട് നിൻ്റെ പഠിത്തം കുളമാക്കണ്ട എന്നൊക്കെ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ അവന് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്നു, എൻ്റെ പഠിത്തത്തിന് ഒരു പ്രശ്നവുമില്ല, നിനക്കറിയോ എൻ്റെ സ്കോറൊക്കെ ഇപ്പോൾ എത്രയാണെന്ന്, ഞാനാണ് ക്ലാസ് ടോപ്പർ എന്നൊക്കെ പറയുന്നു. അത് കേട്ട് ഇവൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഇവനെ ചോദിക്കും, നീ ഇന്നലെ മറന്നു വെച്ച ബുക്ക് നിനക്ക് കിട്ടിയോ എന്ന്. അങ്ങനെ അവൾ ആ ഒരു ബുക്ക് അവനക്കെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കിട്ടിയെന്നും പറഞ്ഞിട്ട്. പിന്നെ വെറുതെ അതൊന്നിങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കുറിപ്പ്. അത് ആക്ച്വലി ഇന്നലെ ഞാൻ എഴുതിയതാണ്. അതിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ എത്ര പ്രായമായാലും നമ്മളിപ്പോൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതെല്ലാം എന്നും ഒരു നല്ല ഓർമ്മയായിരിക്കും എന്നും അതിൽ എഴുതിയിട്ടുണ്ടാവും. അതും വായിച്ച് അവൾ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനും കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇപ്പോൾ ഏകദേശം ഞാനും ഇഫാനും കൂടി ഒരു അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി കഴിഞ്ഞിട്ടുണ്ട്. ഇഫാനാണെങ്കിലോ ഓഫീസിലോട്ട് അവൾ ധൃതിപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ ആൻറ്റി അവളെ അങ്ങോട്ട് കടന്നു പിടിക്കുന്നത്. ആൻറ്റി ഇവളെ അവിടെ വെച്ചിട്ട് അവളുടെ അമ്മയുടെ കൂടെ കണ്ടതിന് ശേഷം അമ്മയോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ഇവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ. എന്നാൽ ആൻറ്റിയെ കണ്ട് ഇവൾ ആകെ അങ്ങോട്ട് പേടിച്ചു പോയി. എന്നിട്ട് ആൻറ്റി ആണെങ്കിലോ ഇവളെ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ട് പറയും, നമ്മൾ തമ്മിൽ പണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അന്നത്തെ ആ ഒരു സമയത്ത് അങ്ങനെ പറ്റിപ്പോയതാണ്. നീ ക്ഷമിക്ക്, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ആയിരിക്കില്ല. പിന്നെ നീ നിൻ്റെ അമ്മയുടെ അടുത്ത് നിന്നും അങ്ങനെ ഇറങ്ങിപ്പോയത് നിൻ്റെ ആ ഒരു പുതിയ ബ്രദറിനെ കണ്ടിട്ടല്ലേ. ഞാൻ അമ്മയോട് അപ്പോഴേ പറഞ്ഞതാണ് നിന്നോട് എല്ലാം പറയാൻ. ഒന്നുമില്ലെങ്കിലും അവൻ്റെ സ്വന്തം ചേച്ചിയല്ലേ നീ, നിന്നോട് എന്തിനാ മറച്ചു വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നാൽ ഇവിടെ ഈ ആൻറ്റി ഇങ്ങനെ അവളെ ഈ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ വർത്താനം പറയുന്നത് അവൾക്ക് തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല. അവൾ അതിൽ നിന്നെല്ലാം കുതറി പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ആൻറ്റി പറയും, നീ ഇപ്പോഴും സിംഗിൾ ആണല്ലേ, നിനക്കൊരു പയ്യനെ സെറ്റായിട്ടില്ലല്ലേ, എൻ്റെ അടുത്ത് കുറച്ച് നല്ല പയ്യന്മാരുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൾ ആകെ അസ്വസ്ഥയായിട്ട് ആ ഫോൺ അങ്ങോട്ട് തട്ടുന്നു. നേരെ ആ ഫോൺ താഴെ വീണ് അതിൻ്റെ ഗ്ലാസ് പൊട്ടി. അതിൽ പിന്നെ ആൻറ്റിയുടെ ഈ ഒരു സ്വഭാവം
അതെല്ലാം മാറി പഴയ സ്വഭാവം പുറത്തോട്ട് വരും. എന്നിട്ട് ഈ ഒരു സ്ക്രീന് മാറ്റാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്ത് നിന്നും ക്യാഷ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ പിന്നെ അവിടെ ഒരു കശപിശയായി. അതോടുകൂടി അവിടെ ഇവളുടെ ഒരു കൊളീഗ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന് വന്നിട്ട് ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആ ആൻറ്റി അവനെയും നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ആൻറ്റിയുടെ പഴയ സ്വഭാവം എല്ലാം പുറത്ത് വന്നിരിക്കുകയാണ്. അന്ന് ഇവളെ എങ്ങനെയൊക്കെയാണോ വഴക്ക് പറഞ്ഞത് അതേ രീതിയിൽ അവൾക്കാണെങ്കിൽ അതെല്ലാം ഒരു കുട്ടിക്കാലത്തെ ട്രോമയാണല്ലോ. അവൾക്കിത് കേട്ടതോടുകൂടി ആ ഒരു കാര്യങ്ങളും എല്ലാം ഓർമ്മയായിട്ട് അവൾ ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് അവൾ വേഗം അവളുടെ ഓഫീസിലോട്ട് പോവുകയാണ്. ഇനി ഓഫീസിലും അവൾ ആകെ വിഷമിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുകയാണ്. അവളുടെ ഇന്നത്തെ ദിവസം തന്നെ പോയി കിട്ടി. ഈ ദിവസം അവൾക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര സങ്കടവും എല്ലാം ഉള്ളതായത് കൊണ്ട് തന്നെ അവൾക്ക് നൈറ്റിൽ അവൾ നടക്കാൻ തുടങ്ങി. ഏറ്റവും പ്രയാസപ്പെട്ട ദിവസങ്ങളിൽ ഒരുപാട് ടെൻഷനൊക്കെ സഹിക്കുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവൾ ഉറക്കത്തിൽ നടക്കാറുള്ളത്. എന്നാൽ ഇന്നും ഇവിടെ യാനിൻ്റെ മുന്നിൽ പെടുന്നു. യാൻ ഇവളിങ്ങനെ വരുന്നത് കണ്ടിട്ട് നീ ഇന്നും ഉറങ്ങുന്നില്ലേ, നിനക്ക് ഉറക്കം വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ കുശലം ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നടക്കുകയാണല്ലോ. അതിലവന് പറയും, ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ ലൈറ്റൊന്നും ഇല്ലാതെ ഈ ഇരട്ടത്ത് നടന്നാൽ ആരായാലും പേടിച്ചു പോകും എന്ന് പറയുന്നു. പക്ഷെ അവൾ അതും കേട്ടിട്ടും ഒന്നും മിണ്ടുന്നില്ല. നേരെ വന്ന് സോഫയിലിരിക്കും. എന്നാൽ ഇവളുടെ ഈ ഒരു ലുക്കൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് അവനക്ക് തോന്നുന്നുണ്ട്. അവളാണെങ്കിലോ പെട്ടെന്ന് അവളുടെ കൈ അങ്ങോട്ട് ഉരതാൻ തുടങ്ങും. കുറച്ച് അഗ്രസീവായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉരതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് അവൾ അവിടെ നിന്നും എഴുന്നേറ്റിട്ട് നേരെ റൂമിൽ പോയിട്ട് ബാക്കി കിടന്ന് ഉറങ്ങുന്നു. ഇനി അടുത്ത ദിവസം അവൾ അങ്ങനത്തെ ഒരാളേ അല്ല, നേരെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ധൃതിപ്പെട്ട് വരികയാണ്. എന്നിട്ട് ഇവനെ കണ്ടിട്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഇവനോട് ചോദിക്കും, നീ ഇന്നലെ ലേറ്റ് ആയിട്ടാണോ എത്തിയത്, ഇന്നലെ കണ്ടതേ ഇല്ലല്ലോ എന്ന് പറയുന്നു. അത് കേട്ട് ആക്ച്വലി ഇവിടെ ഇഫാൻ അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഇന്നലെ ആകെ ടെൻഷനായിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ വന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാകും. ഇവർ തമ്മിൽ ഇന്നലെ മീറ്റ് ചെയ്തിട്ടേ ഇല്ല, ആ ഒരു സ്ലീപ്പ് വാക്കിംഗ് ഒഴിച്ചിട്ട്. അങ്ങനെ ഇവനെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ ഇവളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവന് പെട്ടെന്ന് നിനക്കൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. അതിൽ അവളും ഒന്നും ഓർമ്മയില്ലാത്ത രീതിയിൽ മറ്റൊരു രീതിയിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ ഇവന് പിന്നെ അതൊന്നും തിരുത്താൻ നിൽക്കുന്നില്ല. ഇവൾ പെട്ടെന്നാണെങ്കിൽ എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് വേഗം അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവന് വീണ്ടും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇനി ഇവിടെ അടുത്തതായിട്ട് ഇഫാന് അവളുടെ ഫ്രണ്ടുമായിട്ട് അങ്ങനെ ഇരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഫ്രണ്ടിൻ്റെ ക്ലാസ്മേറ്റ് അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇവർ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഫ്രണ്ട് ഇവിടെ ഇഫാനെ കണ്ടിട്ട് നീ ഇഫാനല്ലേ ക്ലാസ് 17 എന്ന് പറയുന്നു. എന്നിട്ട് അവൾ പെട്ടെന്ന് ചോദിക്കും, നീയും അവനും ഇപ്പം എങ്ങനെ പോകുന്നു എന്ന്. അത് കേട്ട് ഇഫാൻ ഒന്ന് ഞെട്ടിയിട്ട് അവനോ ഏതവൻ എന്ന് ചോദിക്കുമ്പോൾ നീ അവൻ്റെ കഫേയിൽ പോകുന്നതും നിങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതെല്ലാം ഒരു കുശുമ്പോട് കൂടിയാണ് പറയുന്നത്. എന്നാൽ ഇഫാനെ അതിനൊരു മറുപടി കൊടുക്കാതെ ഇവളോട് ചോദിക്കും, നിൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നതെന്ന്. അതിൽ അവൾ പറയും, എൻ്റെ ലൈഫ് എന്ത്, നിങ്ങളുടെ മാതിരി ഇനിയും ഇങ്ങനെ ഓരോരുത്തരെ പിന്നാലെ നടക്കലല്ലോ, ഞാൻ സെറ്റിലായി, പിന്നെ തന്നെ ഭർത്താവ് മകന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരേക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ആ മകൻ ഒരു വികൃതി കാണിക്കുമ്പോൾ ഈ അച്ഛൻ ആ മകൻ്റെ പേര് യാൻ എന്നും വിളിച്ചുകൊണ്ട് അവനെ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് കേട്ട് ഇവരാകെ ഒന്ന് ഞെട്ടി. അതായത് ഇവൾ യാൻ എന്നാണ് ആ കുട്ടിക്കും പേരിട്ടിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം സ്കൂൾ ടൈമിൽ ഈ പെൺകുട്ടി ഒരുപാട് തവണ യാൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് അവനെ വളക്കാൻ. അങ്ങനെ അവൻ്റെ ഓർമ്മ കിട്ടതാണ് ഈ കുട്ടിക്ക് യാൻ എന്ന പേര്. എന്നാൽ അത് മനസ്സിലായെന്ന രീതിയിൽ അവളിങ്ങനെ നോക്കുമ്പോൾ അവൾക്കാകെ ഷെയിമായിട്ട് പെട്ടെന്ന് പറയും, ഞാൻ അങ്ങനത്തെ രീതിയിൽ ഇട്ടതല്ല, ഇത് മറ്റൊരു രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആകെ ഉരുണ്ട് കളിക്കുകയാണ്. അങ്ങനെ അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുകയാണ്. അതിൽ ഈ ഇഫാൻ്റെ ഫ്രണ്ട് പറയുന്നത്, ഇവളിപ്പോഴും അവനെ സ്മരിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ലേ, അന്ന് സ്കൂൾ ടൈമിലെ അവനെ ഇങ്ങനെ പേര് പറഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിലെല്ലാവർക്കും ഇവളെയും അവനും വെച്ച് ഒരു കളിയാക്കി പാട്ട് വരെ ഉണ്ടായിരുന്നു, അത്രക്കും ഇവൾ അവൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇഫാനെ അവൾക്ക് ഓർമ്മയുള്ള ഇവളുമായിട്ടുള്ള ഒരു സീന് അവൾ ഓർക്കുകയാണ്. ഇഫാൻ ആളൊഴിഞ്ഞ് ഒരിടത്തിരുന്ന് പഠിക്കുമ്പോൾ ഇവിടെ യാനും ഇവളുടെ തൊട്ടു പിന്നാലെയുണ്ട്, കുറച്ച് അപ്പുറത്തായിട്ട്. ഇഫാൻ എവിടെ പോയാലും അവിടെ യാനും ഉണ്ടാകും. അങ്ങനെ അവരും അവിടെ ഇരുന്ന് പഠിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു ടീം, ഈ പെൺകുട്ടിയാണ് അതിലെ ലീഡർ, ഈ ഒരു ടീം വന്നിട്ട് യാനോട് പറയുന്നത്, ഞാൻ അറിഞ്ഞല്ലോ നിൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു ഡാൻസ് ചെയ്യുന്ന പെൺകുട്ടിയുടെ പിന്നാലെ നീ കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണോ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന് പറയും, അതെന്തിനെ നിനക്ക് അറിയേണ്ട ആവശ്യം, അതൊക്കെ എൻ്റെ കാര്യമല്ലേ എന്ന് പറയുന്നു. എന്നിട്ട് ഇവളെ ഇങ്ങനെ നോക്കുന്നുമുണ്ട്. അപ്പോഴാണ് ഈ പെൺകുട്ടി ശ്രദ്ധിക്കുന്നത് അവിടെ ഇഫാൻ ഇരിക്കുന്നുണ്ടെന്ന്. അതിൽ പിന്നെ ഉച്ചത്തിൽ അവൾ കേൾക്കത്തക്ക രീതിയിൽ ഇവൾ പറയുന്നു, നീ ഒരിക്കലും വിഷമിക്കണ്ട, നിന്നെ പറ്റിയും അവളെ പറ്റിയിട്ടും ഒരു റൂമർ സ്കൂളിൽ പരക്കുന്നുണ്ടെന്നും വിചാരിച്ചിട്ട് അതെല്ലാം ഫേക്കാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെങ്ങനെ നല്ല പിള്ളയാക്കിയാണ്. എന്നാൽ അത് കേട്ട് ഇവൻ പറയും, അത് റൂമറാണെന്ന് ആര് പറഞ്ഞു എന്ന്. അത് കേട്ട് ഇഫാനെ ഒന്ന് ഞെട്ടിയിട്ട് ഇവനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ കണ്ടിന്യൂ ചെയ്യും അവളോട്, നീ ഒരിക്കലും എൻ്റെ ടൈപ്പല്ല, നിന്നെ പോലത്തെ ഒരു പെൺകുട്ടിയല്ല എനിക്കിഷ്ടം എന്ന് തുറന്നടിച്ചങ്ങോട്ട് പറയുന്നു. അത് കേട്ട് അവൾക്ക് ഭയങ്കര വിഷമം
വിഷമം വരികയും അവൾ കരഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്യുന്നു. ഇഫാനാണെങ്കിലോ ഇത് കേട്ടതല്ലേ, അവൾ ജസ്റ്റ് ഒന്ന് ഷോക്കായിട്ടുണ്ട്. എന്നിട്ട് ഇഫാനും ഇഫാൻ്റെ ഫ്രണ്ടും അങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഇഫാന് അവളുടെ കുറച്ച് സങ്കടങ്ങൾ അങ്ങനെ ഈ ഫ്രണ്ടിനോട് ഷെയർ ചെയ്യുകയായിരുന്നു. അതായത് അവളുടെ ആൻറ്റി ഇന്ന് അവളെ ഓഫീസിലോട്ട് കാണാൻ വേണ്ടി വന്നിരുന്നു. എന്നിട്ട് ആൻറ്റി അന്നത്തെ പണ്ടത്തെ പോലെ തന്നെ അവൾ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതൊക്കെ ആൻറ്റിയുടെ ഈ ഒരു സ്വഭാവം കാണുമ്പോൾ എനിക്ക് പണ്ട് ആൻറ്റി ചെയ്തതെല്ലാം ഓർമ്മ വരികയാണ്. എന്നാൽ ആൻറ്റി ഇവൾക്ക് പണ്ട് ഫുഡ് കൊടുക്കാത്തതും ആൻറ്റിയുടെ മകനെ ഇവളുടെ മുന്നിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഫുഡ് കഴിപ്പിക്കലും അങ്ങനെ ആ രംഗങ്ങളൊക്കെ പറയുകയാണ്. പിന്നെ ഞാനെ ഇവളെയും വെച്ചിട്ട് അവളെ നന്നായിട്ട് കുത്തി സംസാരിക്കൽ, എന്നിട്ട് എല്ലാവരുടെയും ഇടയിൽ വെച്ചിട്ട് അവളെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ ഈ അങ്കിളിനാണെങ്കിലോ ആൻറ്റി പറയുന്നതിലപ്പുറം ഒന്നുമില്ല, ആൻറ്റിയെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ആൻറ്റി പറയുന്നതെല്ലാം ശരി എന്ന രീതിയിൽ ഇവളെ ചെറിയ രീതിയിൽ ഉപദേശിക്കുന്നുണ്ട്. ഇവൾക്ക് അതൊന്നും തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല. ഒരു ദിവസം ഒട്ടും സഹിക്കാത്ത സമയത്ത് അവൾ അവളുടെ അമ്മയെ കരഞ്ഞോണ്ട് വിളിക്കും. അമ്മയോട് പറയും, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ, ഞാൻ അമ്മയുടെ കൂടെ അങ്ങോട്ട് വന്നോട്ടെ, ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ഒരു മൂലക്ക് ഒതുങ്ങി കൂടിക്കോളാം എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടെ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ അമ്മയാണെങ്കിലോ അവളെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഇവിടെ അമ്മയെ അവരുടെ ആ ഒരു സ്റ്റെപ്പ് സിസ്റ്റർ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് ഈ ഫോൺ കട്ട് ചെയ്ത് പോകണം. അതിനു വേണ്ടിയിട്ട് നീ കരയണ്ട, നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആൻറ്റിയോടും അങ്കിളിനോടും പറഞ്ഞാൽ മതി, അവർ നോക്കിക്കോളും, ഇപ്പോൾ നീ ഫോൺ വെക്കുകയെന്നും പറഞ്ഞുകൊണ്ട് ഇവളുടെ ആ ഒരു ഇമോഷനെ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഫോൺ വെച്ചു അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ആ ഒരു കാര്യം ഇവിടെ ഈ ഒരു ഫ്രണ്ടിനോട് പറയുന്നു. എന്നിട്ട് അവളുടെ ആ അന്നത്തെ ഒരു ഇല്ലായ്മത്തരവും അവൾ ഇപ്പോൾ ഈ ഒരു ക്യാഷിൻ്റെ വാല്യൂ ഇങ്ങനെ നോക്കുന്നതിനും എല്ലാം റീസൺ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അന്നത്തെ കാലം അവൾക്ക് ഓർക്കാൻ തീരെ ഇഷ്ടമല്ല, ഈ ഒരു നാടും ആ ഒരു സ്കൂളും ഒന്നും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവൾ ചോദിക്കും, അപ്പോൾ ഞാൻ നിന്നെ നല്ല രീതിയിലല്ലേ നോക്കിയത്, അവന് നിന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ പിന്നെ ഇഫാൻ വേറൊരു കാര്യം കൂടി പറയും, അവൾ ഒരിക്കൽ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം, അതായത് ഇവന് ഓഫീസ് റൂമിൽ വിളിപ്പിച്ച ആ ഒരു സമയത്ത് ഓപ്പണായിട്ട് പറഞ്ഞല്ലോ ഇവളോട് ക്രഷ് ഉണ്ടെന്ന്. ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഇവളുടെ ആൻറ്റി എല്ലാം ഇവളെ പബ്ലിക്കായിട്ട് അടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തല്ലോ. അന്ന് വീട്ടിലെത്തിയപ്പോഴും അവൾക്ക് വയറ് നിറയെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഇഫാനെ അവനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് അവനെ ഒരു മാപ്പ് പറയുകയാണ്. അതായത് അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെയാണല്ലോ ഇവൾക്ക് അടിയൊക്കെ കിട്ടിയത്, അപ്പോൾ അതിന് സോറി. അതിൽ ഇവൾ അപ്പോൾ ഓൾറെഡി ഭയങ്കര ഇമോഷണലായിട്ട് നിൽക്കുന്ന അവൾക്ക് ഈ ഒരു സോറി കേട്ടതോടുകൂടി പെട്ടെന്ന് അവൾ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. എന്നിട്ട് ഇവനെ നന്നായിട്ട് വഴക്ക് പറയും, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ, എനിക്ക് ഓൾറെഡി നല്ല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അത് ഞാൻ അന്ന് നന്നായിട്ട് വേദനിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ഇവിടെ ഈ ഫ്രണ്ടിനോട് പറയുമ്പോൾ ഇവൾ പറയും, അത് അന്നത്തെ ആ ഒരു സമയത്ത് ചെയ്തു പോയതാണെന്ന് അവനക്ക് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ അത് മാത്രവുമല്ല, നീ അന്ന് ചെയ്തതിന് ഇപ്പം അവനോട് സോറി പറഞ്ഞേക്ക്. അതിൽ ഇവൾ പറയും, ഇപ്പോൾ സോറി പറയേണ്ട ആവശ്യമുണ്ടോ? അതിൽ ഈ ഫ്രണ്ട് അതിനെ കൺവിൻസ് ചെയ്യുകയാണ്, അന്ന് നീ ചെയ്തത് എന്തായാലും തെറ്റന്നല്ലേ, അതിന് നീ എത്ര ലേറ്റ് ആയാലും സോറി അങ്ങോട്ട് പറഞ്ഞേക്ക് എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ അവൾ സോറിയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നല്ല റെഡി ആയിട്ട് വരികയാണ്. ഇവനാണെങ്കിലോ ഇവളെ കണ്ടിട്ട് അത്ര അങ്ങോട്ട് മൈൻഡില്ല. ഇവൾ റൂമിലോട്ട് പോകുന്നതിന് പകരം ഇവിടെ ആ ഒരു സോറി പറയാനുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെറുതെ അവൻ്റെ വീടിൻ്റെ റിനോവേഷൻ്റെ കാര്യം ചോദിക്കുന്നു. അതിലവന് പറയും കുറച്ചുകൂടെ പണിയുണ്ട്, ഏകദേശം 1 മാസത്തിലധികം എടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. ആക്ച്വലി ഇവിടെ അവന് TV ഒക്കെ ഓൺ ചെയ്തിട്ട് ഇവിടെ ഫോണിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ TV-യിലാണെങ്കിലോ ഒരു പെണ്ണ് ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുകയാണ്, അവളുടെ ഹസ്ബൻഡിനെ ഉപദ്രവിക്കുന്നുമുണ്ട്. ഇഫാന് വെറുതെ TV-യിലോട്ട് നോക്കിയിട്ട് ചോദിക്കും, ആക്ച്വലി ആ പെൺപിള്ള എന്താ ചെയ്യുന്നതെന്ന്. അതിൽ ഇവന് പെട്ടെന്ന് TV-യിലോട്ട് നോക്കിയിട്ട് പറയും, എന്താണാവോ, ചിലപ്പോൾ ഡുവൽ പേഴ്സണാലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ സ്ലീപ്പ് വാക്കിംഗ് ആയിരിക്കാം എന്ന് പറയുന്നു. അതിൽ ഇഫാന് അത് സ്ലീപ്പ് വാക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. എന്നാൽ അത് കേട്ട് പെട്ടെന്ന് ചോദിക്കും, നിനക്കെങ്ങനെ ഇതിനെപ്പറ്റി ഇത്രയ്ക്ക് അറിയാം എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്ന് മടിച്ചുകൊണ്ട് പറയും, ആക്ച്വലി എനിക്ക് ആ ഒരു രോഗമുണ്ടായിരുന്നു എന്ന്. അവൾക്ക് ഫസ്റ്റായിട്ട് അവൾ ചെയ്തത് അവളുടെ അച്ഛൻ മരിച്ച ആ ഒരു ദിവസം, പിന്നെ ആൻറ്റിയുടെ വീട്ടിലായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു. പിന്നെ രാത്രിയിൽ എന്നെ കണ്ടിട്ട് ആൻറ്റി എല്ലാവരും ഒരുപാട് പേടിച്ചിട്ടുമുണ്ട്. പിന്നെ കോളേജിലും ഞാൻ പലതവണ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അവളുടെ ആ ഒരു ഡീറ്റെയിൽസ് പറയുമ്പോഴാണ് ഇവിടെ ഞാൻ മനസ്സിലായത്, അപ്പോൾ ആ രാത്രിയെല്ലാം അവൾ സ്ലീപ്പ് വാക്കിങ്ങിലായിരുന്നു എന്നുള്ളത്. അതിൽ പിന്നെ ഇവൻക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. ഇവൻ അവളോട് ചോദിക്കും, നിനക്ക് നീ പിന്നെ അതിനുശേഷം ചെയ്തിട്ടില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന്. അതിൽ അവൾ പറയും, പിന്നെ ആക്ച്വലി എനിക്ക് അറിയില്ല
അറിയില്ലല്ലോ ഞാൻ സ്ലീപ്പ് വാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പറയാറാണ്, പിന്നെ ആരും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയും. പക്ഷെ പെട്ടെന്ന് ഇവളൊന്ന് സ്റ്റക്കായിട്ട് നീ കണ്ടിട്ടുണ്ടോ ഞാൻ സ്ലീപ്പ് വാക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതിൽ പിന്നെ അവൻ അതിനൊരു മറുപടി പറയാത്തത് കൊണ്ട് തന്നെ ഇവൾക്ക് മനസ്സിലായി ഇവൻ കണ്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് ചോദിക്കും, ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഇനി ഉപദ്രവിച്ചോ, എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവന് ഇന്നലെ നടന്നത് പറയും. നീ പെട്ടെന്ന് വന്ന് സോഫയിലിരുന്ന് വെറുതെ കൈ ഇങ്ങനെ റബ്ബ് ചെയ്ത് തിരിച്ചു പോയി കിടന്നുറങ്ങിയെന്ന്. അതിൽ ഇവളോട് പറയും, ഞാൻ കാരണം നീ പേടിച്ചോ, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ അതിനൊരു മാപ്പപേക്ഷയാണ്. എന്നിട്ട് അവൾ പറയും, ഇനി എങ്ങാനും എന്നെ അങ്ങനെ കണ്ടാൽ ഞാൻ എന്നെ കണ്ടിട്ടില്ല എന്ന രീതിയിൽ നടിച്ചാൽ മതി, ഞാൻ ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല, അങ്ങനെ ഓരോന്ന് ചെയ്തു പോകത്തേ ഉള്ളൂ എന്നും അവളെ തന്നെ ഇങ്ങനെ നല്ലതാക്കി ഇങ്ങനെ പറയുകയാണ്. എന്നാൽ അവന് അതിന് വേറൊരു മറുപടി കൊടുക്കുകയാണ്, നീ അങ്ങനെ ചെയ്യുക മാത്രമല്ല എന്ന്. അതിൽ പിന്നെ ഇവൾക്ക് തോന്നും എന്തോ ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് അത് ചോദിക്കുമ്പോൾ അവന് പറയും, നീ ഒരിക്കൽ ഇതുപോലെ പുറത്തോട്ട് വന്നു, എന്നിട്ട് മുന്നിൽ കണ്ട എന്നെ അങ്ങോട്ട് ഹഗ് ചെയ്തു. അത് കേട്ട് ഇവൾക്ക് ആകെ ഷെയിമായിട്ട് അവളുടെ കവളൊക്കെ റെഡാകാൻ തുടങ്ങി. എന്നാൽ അത് കണ്ട ഇവന് പിന്നെ ഒട്ടും കുറച്ചില്ല, അവന് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എന്നെ ഹഗ് ചെയ്തിട്ട് എന്നെ അങ്ങോട്ട് കിസ് ചെയ്തു എന്ന് പറഞ്ഞതോടുകൂടി അവൾക്ക് പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ കവളൊക്കെ പൊത്തി പിടിക്കുകയാണ്. എന്നിട്ട് ഇവൻ ചോദിക്കും, എന്താ നിന്റെ കവളിന് പറ്റിയത്, ഭയങ്കര റെഡ് ആവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവളിപ്പോൾ ഒരു സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൂപ്പ് കാരണമാണെന്ന് പറയുന്നു. അതിൽ അവനക്കറിയാം എന്താണ് കാരണമെന്ന്. എന്നിട്ട് അവനും ഇങ്ങനെ സൂപ്പ് കാരണമായിരിക്കും അല്ലേ, സൂപ്പ് കുടിച്ച എല്ലാവരും കവൾ റെഡാകും എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ആക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൾക്ക് അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവൾ ഇതുവരെ അങ്ങനെ ആരെയും ചെയ്തിട്ടില്ല, കെട്ടിപ്പിടിക്കുക, പ്രത്യേകിച്ച് കിസ് ചെയ്യുക. അപ്പോൾ അവൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ അത് നിർബന്ധമാണ്. എന്നിട്ട് ഇവനോട് നീ കള്ളം പറയുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ അവനല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾ ചോദിക്കും, ഞാൻ നിൻ്റെ എവിടെയാണ് കിസ് ചെയ്തതെന്ന്. അതിൽ അവനെ ഈ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് കാണിക്കുമ്പോൾ ഇവൾ പറയും, അവിടെ കിസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ചാൻസ് ഇല്ല, കാരണം ഞാനും നീയും തമ്മിൽ അത്രയ്ക്കും ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് അതിന് ഒരു ഇത് കൊടുക്കുമ്പോൾ അവന് നേരെ കൈ ഇങ്ങനെ കൊടുന്ന് ലിപ്സിൻ്റെ അവിടെ വെക്കും. എന്നിട്ട് ഇവിടെയാണ് കിസ് ചെയ്തതെന്ന് പറയും. എന്നിട്ട് നേരെ അവന് സോഫയിലോട്ട് പോയിരിക്കുകയാണ്. എന്നാൽ അവൾ ആകെ നാണം കൊണ്ട് നിൽക്കുകയാണല്ലോ. പക്ഷേ അവൾക്ക് എന്നിട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിൽ അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയും, എനിക്ക് ഉറപ്പാണ് ഞാനത് ചെയ്യാൻ ഒരു ചാൻസുമില്ല, എന്നിട്ട് നീ ഒന്ന് ഇവിടെ നിന്ന് എനിക്കിപ്പോൾ എനിക്കൊന്ന് നോക്കണം, ഞാൻ നിന്നെ കിസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന്. എന്നിട്ട് അവനെ നിർത്തുന്നു. എന്നിട്ട് ഇവളിങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഇവർ തമ്മിൽ നല്ല ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അതിപ്പോൾ ആ ഒരു കിസ്സിന് ചാൻസ് ഇല്ല. എന്നിട്ട് ഇനിയിപ്പോൾ ഇൻ കേസ് ഞാൻ ഇങ്ങനെ ഏന്തിയിട്ടാണ് നിന്നെ കിസ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിലും എനിക്ക് ഒരിക്കലും എത്താൻ പോകുന്നില്ല. എന്നിട്ട് അവനോട് ജസ്റ്റ് അവൻ്റെ തല ഒന്ന് താഴ്ത്താൻ പറയും. അപ്പോൾ പിന്നെ കറക്റ്റാണ് അതിൽ. എന്നാൽ ഇവരിങ്ങനെ ഈ ഒരു നൃത്തം അവന് ഭയങ്കര ക്ലോസ് ആവുകയാണ്. ഇവനക്കാണെങ്കിലോ അവന് ആ ഒരു നൃത്തം ഭയങ്കര എൻജോയ് ചെയ്യുകയാണ്. എന്നാൽ ഇങ്ങനെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഇവിടെ ഇഫാൻ ഒരു ബോധം വന്നത്. ഇഫാൻ വേഗം അതിൽ നിന്നും പിന്തിരിഞ്ഞിട്ട് പറയും, കണ്ടില്ലേ, അങ്ങനെയൊന്നും ഞാൻ കിസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇനി അഥവാ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത തവണ എന്നെ ഇങ്ങനെ കണ്ടാൽ ഞാൻ നിന്നെ തൊടാനൊക്കെ വരികയാണെങ്കിൽ എന്നെ ഒറ്റ അടി അങ്ങോട്ട് അടിച്ചേക്ക്, അപ്പോൾ തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരും എന്നൊക്കെ പറയുന്നു. എന്നിട്ട് വേഗം അവളുടെ റൂമിലോട്ട് പോയിട്ട് അങ്ങോട്ട് വാതിലടക്കും. എന്നാൽ ഈ പ്രാവശ്യം അവൾ ഒരുപാട് പ്രൊട്ടക്ഷൻ വെക്കുന്നുണ്ട്, ഒരു തരത്തിലും ആ ഡോറും തുറന്നിട്ട് ഇനി അവൾ പോകാൻ പാടില്ല എന്നും വിചാരിച്ചിട്ട്. എന്നാൽ ഞാനാണെങ്കിലോ ആ നൈറ്റ് ഈ ഒരു സ്ലീപ്പ് വാക്കിങ്ങിനെ പറ്റി പഠിക്കലാണ് പണി. അവൻ ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് നമ്മൾ ഉറക്കത്തിൻ്റെ ആദ്യത്തെ പകുതിയിലാണ് ഇത് ചെയ്യാൻ കൂടുതൽ ചാൻസ്. പിന്നെ ഒരുപാട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായ ദിവസം, അങ്ങനത്തെ ദിവസത്തിൽ ഇത് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് സാധാരണയായിട്ട് ഉണ്ടാകാറ് ഭയങ്കരമായിട്ടുള്ള ഒരു നമ്മുടെ ഈ സ്ട്രെസ്സും പിന്നെ അതുപോലെ മെൻ്റലി ഹേർട്ടായിട്ടുള്ള ആൾക്കാർക്കും പിന്നെ അങ്ങനത്തെ ഓരോ ഭയങ്കര കുട്ടിക്കാലത്ത് ഒരുപാട് ട്രോമകൾ കിട്ടിയ ആളുകളും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഇത് കൂടുതൽ കാണിക്കാറ്. പിന്നെ അത് നമ്മുടെ ബോഡി എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ സ്ട്രെസ്സും ഇമോഷൻസും ഒക്കെ. ഇനി അടുത്ത ദിവസം രാവിലെ ഇഫാന് മറ്റൊരിടം വരെ പോവുകയാണ്. അവൾ രാവിലെ എഴുന്നേറ്റ് ബസ്സും കയറിയിട്ട് നേരെ പോകുന്നത് അവളുടെ അച്ഛൻ്റെ കല്ലറയുടെ അടുത്തോട്ടാണ്. ഇന്ന് അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറിയാണ്. അപ്പോൾ അച്ഛനക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ സൂപ്പൊക്കെ അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അച്ഛനോട് അവൾ ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും അവളെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അമ്മയും ആൻറ്റിയും എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ അവളെ ഒരുപാട് കള്ളങ്ങളൊക്കെ ഈ അച്ഛനോട് പറയുകയാണ്. എന്നിട്ട് അച്ഛനെ പറ്റി ഒരുപാട് കാര്യങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വരുന്നത്. ഞാനാണെങ്കിൽ അന്ന് അവൾ കണ്ടിട്ടേ ഇല്ല. ഞാനോട് ചോദിക്കും, ഞാൻ നിനക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നല്ലോ, നോ റീപ്ലൈ, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവന് അതിനൊരു മറുപടി പറയാതെ അവന് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് വിളമ്പിയിട്ട് അവളോട് കഴിക്കാൻ പറയുന്നു. അവൾക്ക് സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ സൂപ്പും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ ഒരു സമയത്ത് അവൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സൂപ്പാണിത്. അവളുടെ ആൻറ്റി അവളുടെ മുന്നിൽ വെച്ചിട്ട് ആൻറ്റിയുടെ മകനെ ഒരുപാട് കഴിപ്പിച്ച ഇവൾക്ക് കഴിക്കാൻ അധികാരമില്ല എന്ന് ആൻറ്റി ഓപ്പണായിട്ട് പറഞ്ഞ ആ ഒരു സൂപ്പ് അവൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവൾ അന്ന് രാത്രി ഉറങ്ങി. അവളാണെങ്കിൽ ഇന്ന് ഭയങ്കര ടെൻഷനിലാണ്, കാരണം അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പോയതൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ലീപ്പ് വാക്ക് ഇന്ന് അവൾ നടത്തുന്നുണ്ട്. അവൾ ഡോറ് തുറന്ന് വരുന്നു.
അതും യാനിൻ്റെ മുന്നിലോട്ട്. യാനാണെങ്കിൽ ഇവളിങ്ങനെ നടക്കുമ്പോൾ അവൾ തട്ടി വീഴാതിരിക്കാൻ മേലെ നോവാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവളെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവളുടെ പിന്നാലെ ഉണ്ട്. അവളാണെങ്കിൽ നേരെ വന്ന് സോഫയിലിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം എഴുന്നേറ്റ് പോകാൻ നേരം അവൾ വീഴാൻ പോവുകയാണ്. അതിൽ ഞാൻ പെട്ടെന്ന് അവൾ അങ്ങോട്ട് പിടിക്കുന്നു. എന്നാൽ അവളാണെങ്കിലോ ആ ഒരു പൊസിഷനിലെ അവനെ കയറി അങ്ങോട്ട് കിസ് ചെയ്യും. അതും ആ ഒരു ലിപ് കിസ്. അവന് എങ്ങനെയായിരുന്നോ ആ കള്ളത്തരം അന്ന് പറഞ്ഞിരുന്നത് അതിവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അവൾ ജസ്റ്റ് കിസ്സും ചെയ്ത് അവൻ്റെ ഷോൾഡറിൽ ഒന്ന് കിടന്നിട്ട് അവൾ നേരെ റൂമിലോട്ട് പോയിട്ട് കഥ കടക്കുന്നു. എന്നാൽ ഇവന് ആകെ ഒന്ന് ഞെട്ടിപ്പോയി. അന്ന് കള്ളം പറഞ്ഞതായിരുന്നല്ലോ, അതിവിടെ ശരിക്കും നടക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ആ ഒരു ടെൻഷൻ അടിച്ച മുഖം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു സീനും കൂടി കാണാം. ഇവിടെ ഇഫാന് അവളുടെ അച്ഛൻ്റെ കല്ലറയിലോട്ട് പോയ ആ ഒരു സമയം, ആ ഒരു ദിവസം അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറി, ഇവിടെ ഇവൻക്കും അത് എന്നാണെന്ന് ശരിക്കറിയാം. ഞാനും ആ ഒരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ടാകും. ഞാൻ അച്ഛൻക്ക് ഫ്ലവർ വെക്കാൻ നോക്കിയപ്പോഴാണ് ഇവളിങ്ങനെ കുറച്ച് ചിക്കൻ്റെ സൂപ്പൊക്കെ കൊടുന്ന് വെച്ചതാണല്ലോ അച്ഛൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ഇവൻക്ക് മനസ്സിലായി അവൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇവന് അച്ഛനോട് പറയും, അങ്കിളുടെ മകളെ ഞാൻ വീണ്ടും കണ്ടുമുട്ടിയിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ കൂടെയുണ്ട് അവൾ, ഇനി അങ്ങോട്ട് അങ്കിളുടെ മകൾ എന്നും ഹാപ്പി ആയിരിക്കും എന്നും അവളുടെ അച്ഛൻക്ക് ഇവനൊരു പ്രോമിസ് കൊടുക്കുകയാണ്. ആ ഒരു പ്രോമിസോട് കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെ ഉണ്ടായെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.